ആഴ്ചയിലെ അവസാന ബിഗ് ബോസ് വോട്ടിംഗ് റിസൾട്ട് ആണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഇതേപോലത്തെ ബിഗ് ബോസ് റിലേറ്റഡ് വീഡിയോസ് ലഭിക്കാനായിട്ട് ചാനൽ ഇപ്പൊ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ലൈക്ക് കൊടുത്ത് വെച്ചേക്കാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകും. അപ്പോൾ നിലവിൽ ഇപ്പോൾ ബിഗ് ബോസ് വോട്ടിംഗിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് രേണുസുതിയാണ്. രേണുസുതിക്ക് കിട്ടിയിരിക്കുന്ന വോട്ട് 28,745 വോട്ടാണ് രേണുസുതിക്ക് കിട്ടിയിരിക്കുന്നത്. രേണുസുതിയാണ് ഇപ്പൊ നിലവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത്. അപ്പോൾ ഈ ഒരു ആഴ്ചയിലെ രേണുസുതിന്റെ പെർഫോമൻസിനെ കുറിച്ച് പറയാനാണെന്നുണ്ടെങ്കിൽ കാര്യമായിട്ടുള്ള ഒരു പെർഫോമൻസ് ബിഗ് ബോസിൽ അത്ര കാഴ്ചവെക്കാനായിട്ട് സാധിച്ചിട്ടില്ല. പക്ഷെ ഇത്രത്തോളം വോട്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിന് കാരണം രേണുസുതിക്ക് പുറത്ത് നല്ല രീതിയിലുള്ള ഫാൻസ് ഉണ്ട്. ആ ഒരു ഫാൻസിന്റെ സപ്പോർട്ട് തന്നെയാണ് ഇത്രയും വോട്ട് രേണുസുതിക്ക് കിട്ടാൻ കാരണം. പിന്നീട് അക്ബറിന്റെ ഒരു പരാമർശം ഉണ്ടായി. സെപ്റ്റിക് ടാങ്ക് എന്ന രീതിയിൽ ഒരു വളരെ മോശപ്പെട്ട രീതിയിലുള്ള ഒരു പരാമർശമാണ്. എനിക്കും അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ആ ഒരു കാരണം കൊണ്ടൊക്കെ തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ രേണുവിന് നല്ല സപ്പോർട്ട് പുറത്തുനിന്ന് കിട്ടിയിട്ടുണ്ട്. ആ ഒരു സപ്പോർട്ട് കൊണ്ട് തന്നെ ആയിരിക്കും ഇത്രയും വോട്ട് ഇപ്പോൾ രേണുസുതിക്ക് കിട്ടിയിരിക്കുന്നത്. പക്ഷേ ഇന്നലത്തെ എപ്പിസോഡ് തീരുന്നത് വരെ അനുമോളായിരുന്നു ഒന്നാം സ്ഥാനത്ത്. ഇപ്പൊ അനുമോളെ പിന്തള്ളി ഒന്നാം സ്ഥാനത്തേക്ക് രേണുസുതി കയറി വന്നിട്ടുണ്ട്. അടുത്ത വോട്ടിംഗിൽ രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്നത് അനുമോളാണ്. അനുമോൾക്ക് കിട്ടിയിരിക്കുന്ന വോട്ട് 26,830 വോട്ടാണ് അനുമോൾക്ക് കിട്ടിയിരിക്കുന്നത്. അനുമോളാണ് വോട്ടിംഗിൽ ഇപ്പോൾ നിലവിൽ രണ്ടാം സ്ഥാനത്തുള്ളത്. അപ്പോൾ ഈ വീക്കിൽ അനുമോളുടെ പെർഫോമൻസിനെ കുറിച്ച് പറയാനാണെന്നുണ്ടെങ്കിൽ അനുമോളും കാര്യമായിട്ട് ഒന്നും തന്നെ ചെയ്തിട്ടില്ല. പക്ഷെ അനുമോൾക്ക് നല്ല രീതിയിലുള്ള പുറത്തുനിന്ന് നല്ല രീതിയിലുള്ള ഫാൻസ് ഉണ്ട്. ആ ഒരു ഫാൻസിന്റെ സപ്പോർട്ട് നന്നായിട്ട് കിട്ടിയിട്ടുണ്ട്. അത് നമുക്ക് വോട്ടിംഗിൽ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അടുത്തത് ബിഗ് ബോസ് വോട്ടിംഗിൽ മൂന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് ജിസൈലാണ്. ജിസൈലിന് കിട്ടിയിരിക്കുന്ന വോട്ട് 20,243 വോട്ടാണ് ജിസൈലിന് കിട്ടിയിരിക്കുന്നത്. ജിസൈലാണ് ഇപ്പോൾ നിലവിൽ മൂന്നാം സ്ഥാനത്ത് നിൽക്കുന്നത്. ഈ ഒരു വീക്കിൽ ജിസൈലിന്റെ പെർഫോമൻസിനെ കുറിച്ച് പറയാനാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം ഒരു 2-3 എപ്പിസോഡിൽ ജിസൈലിന് അത്യാവശ്യം സ്റ്റാറായി നിൽക്കാൻ പറ്റിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല രീതിയിലുള്ള വോട്ടും ജിസൈലിന് കിട്ടിയിട്ടുണ്ട്. പിന്നീട് അത്യാവശ്യം നല്ല രീതിയിലുള്ള ഫാൻസും ജിസൈലിന് ഇപ്പോൾ പുറത്തുണ്ട്. അടുത്തത് ബിഗ് ബോസ് വോട്ടിംഗിൽ നാലാം സ്ഥാനത്ത് നിൽക്കുന്നത് ആര്യനാണ്. ആര്യന് കിട്ടിയിരിക്കുന്ന വോട്ട് 13,471 വോട്ടാണ് ആര്യന് കിട്ടിയിരിക്കുന്നത്. ആര്യനാണ് ഇപ്പൊ നിലവിൽ നാലാം സ്ഥാനത്തുള്ളത്. അപ്പൊ ബിഗ് ബോസ് വോട്ടിംഗ് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ആര്യന് നല്ല രീതിയിലുള്ള വോട്ടും കാര്യങ്ങളും ഉണ്ടായിരുന്നു. പിന്നീട് ആര്യന്റെ വോട്ട് താരതമ്യേന കുറയാനായിട്ട് തുടങ്ങി. ആര്യന് വോട്ട് കുറഞ്ഞ സമയത്ത് ജിസൈൽ ആ ഒരു വോട്ട് എടുത്ത് കയറി. ഓക്കെ, ജിസൈൽ അങ്ങനെ മൂന്നാം സ്ഥാനത്തോട്ട് വന്നു. ആര്യനായിരുന്നു മുമ്പ് വോട്ടിംഗ് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് മൂന്നാം സ്ഥാനത്ത് ഉണ്ടായിരുന്നത്. ഇപ്പൊ ആര്യനെയും പിന്തള്ളി ജിസൈലാണ് ഇപ്പോൾ മൂന്നാം സ്ഥാനത്തുള്ളത്. അപ്പൊ ആര്യനെ കുറിച്ച് ഒരു വീക്കിൽ പറയാനാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിലുള്ള പെർഫോമൻസ് തന്നെ ആര്യം കാഴ്ചവെച്ചിട്ടുണ്ട്. അത്യാവശ്യം ടാസ്കിലൊക്കെ നല്ല രീതിയിൽ ആക്റ്റീവായി നിന്ന് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ എപ്പിസോഡുകൾ കീഴടക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആര്യൻ നാലാം സ്ഥാനത്ത് ഇപ്പോൾ നല്ലൊരു വോട്ടോടുകൂടി തന്നെയാണ് നിൽക്കുന്നത്. അടുത്തത് ബിഗ് ബോസ് വോട്ടിംഗിൽ അഞ്ചാം സ്ഥാനത്ത് നിൽക്കുന്നത് നെവിനാണ്. നെവിന് കിട്ടിയിരിക്കുന്ന വോട്ട് 4,135 വോട്ടാണ് നെവിന് കിട്ടിയിരിക്കുന്നത്. നെവിനാണ് ഇപ്പോൾ നിലവിൽ ബിഗ് ബോസ് വോട്ടിംഗിൽ അഞ്ചാം സ്ഥാനത്തുള്ളത്. അപ്പൊ നെവിന്റെ ഈ ഒരു വീക്കിലെ പെർഫോമൻസിനെ കുറിച്ച് പറയാനാണെന്നുണ്ടെങ്കിൽ ബിഗ് ബോസ് വോട്ടിംഗ് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് നെവിനായിരുന്നു ഏറ്റവും ലാസ്റ്റ് ഉണ്ടായിരുന്നത്, 8ാം സ്ഥാനത്ത് ഉണ്ടായിരുന്നത്. 8ാം സ്ഥാനത്ത് നിന്ന് 5ാം സ്ഥാനത്തേക്ക് കയറി വരുന്നുണ്ടെങ്കിൽ അത് ജനങ്ങളുടെ മനസ്സിലേക്ക് കുറച്ച് കയറിയതുകൊണ്ട് തന്നെയാണ്. അപ്പൊ ഈ ഒരു വീക്കിൽ നെവിൻ ചെയ്തത് എന്താ വെച്ചാൽ ആദ്യത്തെ ഒരു 2-3 എപ്പിസോഡിൽ അധികം നെവിനെ കാണാനായിട്ട് സാധിച്ചില്ല. പിന്നീട് വന്ന എപ്പിസോഡുകളിലൊക്കെ നെവിൻ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ കൗണ്ടറുകൾ അടിക്കാനും പിന്നീട് മറ്റേ ഒരു ബാൻഡ് മോഷ്ടിച്ച് വെക്കാനും അങ്ങനെ വളരെ എന്റർടൈനിങ് ആയിട്ടുള്ള കാര്യങ്ങൾ അതിന്റെ ഉള്ളിൽ ചെയ്തതുകൊണ്ട് തന്നെ അത്യാവശ്യം ജനങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് ജനങ്ങൾ വോട്ട് കൊടുത്തിട്ടുണ്ട്. ആ ഒരു വോട്ടിലാണ് ഇപ്പൊ നെവിൻ കയറി വന്നിട്ടുള്ളത്. നെവിൻ ഇപ്പൊ കിട്ടിയിട്ടുള്ളത് 5ാം സ്ഥാനമാണ്. അപ്പോൾ അടുത്തത് 6ാം സ്ഥാനത്തുള്ള ശൈത്യയാണ്. ശൈത്യക്ക് കിട്ടിയിരിക്കുന്ന വോട്ട് 3,620 വോട്ടാണ് ശൈത്യക്ക് കിട്ടിയിരിക്കുന്നത്. ശൈത്യാണ് ഇപ്പൊ നിലവിൽ 6ാം സ്ഥാനത്തുള്ളത്. അപ്പൊ ഈ ഒരു വീക്കിൽ ശൈത്യയുടെ പെർഫോമൻസിനെ കുറിച്ച് പറയാനാണെന്നുണ്ടെങ്കിൽ കാര്യമായിട്ടുള്ള ഒരു പെർഫോമൻസ് ഒന്നും ശൈത്യ കാഴ്ചവെച്ചിട്ടില്ല. പക്ഷെ ശൈത്യക്ക് പുറത്തുനിന്ന് അത്യാവശ്യം ഫാൻസ് ഒക്കെ ഉള്ളത് കൊണ്ട് തന്നെ ആയിരിക്കും ഇത്രയും വോട്ട് കിട്ടിയിട്ടുള്ളത്. പറയത്തക്ക വലിയ വോട്ടൊന്നും അല്ല, എങ്കിലും അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു വോട്ട് കിട്ടി. ഇപ്പോൾ ഒരു 6ാം സ്ഥാനത്ത് നിൽക്കുന്നു. അടുത്തത് വോട്ടിംഗിൽ 7ാം സ്ഥാനത്ത് നിൽക്കുന്നത് രഞ്ജിത്താണ്. രഞ്ജിത്തിന് കിട്ടിയിരിക്കുന്ന വോട്ട് 3,108 വോട്ടാണ് രഞ്ജിത്തിന് കിട്ടിയിരിക്കുന്നത്. രഞ്ജിത്താണ് ഇപ്പൊ നിലവിൽ 7ാം സ്ഥാനത്തുള്ളത്. അപ്പൊ രഞ്ജിത്തിന്റെ ഈ ഒരു വീക്കിലെ പെർഫോമൻസിനെ കുറിച്ച് പറയാനാണെന്നുണ്ടെങ്കിൽ രഞ്ജിത്തും കാര്യമായിട്ടുള്ള ഒരു പെർഫോമൻസ് ഒന്നും കാഴ്ചവെച്ചിട്ടില്ല. എല്ലാ കാര്യങ്ങളിലും കുറച്ച് പോയി സംസാരിക്കുമെന്നല്ലാതെ വലിയൊരു ക്യാമറ സ്പേസ് ഉണ്ടാക്കാനായിട്ട് സാധിച്ചിട്ടില്ല. ചെറിയ രീതിയിലുള്ള അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഹ്യൂമർ സെൻസ് കാര്യങ്ങളൊക്കെ ഞാൻ കണ്ടായിരുന്നു. പക്ഷെ കാര്യമായിട്ടുള്ളൊരു സംഭവം അതിന്റെ ഉള്ളിൽ സൃഷ്ടിക്കാനായിട്ട് സാധിച്ചിട്ടില്ല. അപ്പൊ അടുത്തത് വോട്ടിംഗിൽ ഏറ്റവും ലാസ്റ്റ് നിൽക്കുന്നത് ഷാരികയാണ്. ഷാരിക്ക് കിട്ടിയിരിക്കുന്ന വോട്ട് 2,585 വോട്ടാണ് ഷാരിക്ക് കിട്ടിയിരിക്കുന്നത്. ഷാരികയാണ് അപ്പൊ നിലവിൽ ഏറ്റവും ലാസ്റ്റ് തുടങ്ങുന്നത്. ഷാരികയുടെ ഈ ഒരു വീക്കിൽ പെർഫോമൻസിനെ കുറിച്ച് പറയാനാണെന്നുണ്ടെങ്കിൽ കാര്യമായ ഒരു പെർഫോമൻസ് ഒന്നും ഷാരിക്ക് കാഴ്ചവെക്കാൻ പറ്റിയിട്ടില്ല. ഈ കഴിഞ്ഞ ലാസ്റ്റ് വന്ന എപ്പിസോഡുകളിലൊന്നും അധികം കാണാനായിട്ട് സാധിച്ചിട്ടില്ല. ഒരു ഗെയിമറായിട്ടും തോന്നിയിട്ടില്ല. അങ്ങനെ പ്രത്യേകിച്ച് ഒന്നും തന്നെ ബിഗ് ബോസ് ഹൗസിൽ ഷാരിക്ക് ഒന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല. അതുകൊണ്ട് തന്നെ പ്രേക്ഷകർ മറന്നു പോയിട്ടുണ്ടാവും. ഓക്കെ, പ്രേക്ഷകർ മറന്നുപോയ സമയത്ത് വോട്ടും കുറഞ്ഞു പോയി, അതാണ് സത്യം. അപ്പോൾ നിലവിൽ ഇപ്പോൾ ഇതൊക്കെയാണ് ബിഗ് ബോസിന്റെ ഒരു വോട്ടിംഗ് നിലവാരം നിൽക്കുന്നത്. അപ്പോൾ ഇപ്പൊ നിലവിൽ 4 പേരും ഡേഞ്ചർ സോണിൽ തന്നെയാണ്. നെവിൻ, ശൈത്യ, രഞ്ജിത്ത്, ഷാരിക. ഇവർ 4 പേരും ഇപ്പൊ നിലവിൽ ഡേഞ്ചർ സോണിലാണ്. ഇവരിൽ ആര് വേണമെന്നുണ്ടെങ്കിലും പുറത്തു പോകാം. പക്ഷേ മോസ്റ്റ് പ്രോബബ്ലി പുറത്തു പോകാൻ സാധ്യതയുള്ളത് ഷാരികയോ രഞ്ജിത്തോ ആയിരിക്കും. കാരണം ഇവർക്കാണ് ഏറ്റവും കൂടുതൽ വോട്ട് കുറവ് കാണുന്നത്. അപ്പൊ ഇവരിൽ ആരെങ്കിലും ആയിരിക്കും മിക്കവാറും എവിക്റ്റ് ആവുക. പക്ഷേ നമ്മൾ വേറൊരു കാര്യം കൂടി നോക്കേണ്ടതായിട്ടുണ്ട്. ഇത് ഒരു ഫസ്റ്റ് വീക്ക് ആയതുകൊണ്ട് തന്നെ, അതായത് ബിഗ് ബോസ് തുടങ്ങിയിട്ട് ഒരു വീക്കല്ലേ ആയിട്ടുള്ളൂ. അപ്പൊ ഈ ഒരു ഫസ്റ്റ് വീക്കിൽ ചിലപ്പോൾ ഒരു നോമിനേഷൻ ഒഴിവാക്കാനുള്ള സാധ്യതയുണ്ട്. ഒരാളെ എവിക്റ്റ് ചെയ്യാതെ ഇതേ നോമിനേഷൻ അടുത്തൊരു വീക്കിലേക്ക് കൂടി തുടരാനുള്ള ഒരു സാധ്യതയും കാണുന്നുണ്ട്. പക്ഷെ ഇത് ഉറപ്പ് പറയാനായിട്ട് സാധിക്കില്ല. അപ്പോൾ എന്താണെന്നുണ്ടെങ്കിലും ഈ 4 പേരിലെ ആരെങ്കിലും ഒരാൾ തന്നെ 1-2 ആൾക്കാർ ചിലപ്പോൾ എവിക്റ്റ് ആവാനും എവിക്റ്റ് ആവാതിരിക്കാനും സാധ്യതയുണ്ട്. മറ്റേ മഴ പെയ്യാനും മഴ പെയ്യാതിരിക്കാനും സാധ്യതയുണ്ട് എന്ന് പറയുന്ന പോലെ ഇവരിലെ ചിലപ്പോൾ 4 പേരിലെ ആരെങ്കിലും പോകാനും സാധ്യതയുണ്ട്, പോകാതിരിക്കാനും സാധ്യത. നിങ്ങൾക്ക് എന്ത് തോന്നി? ആരുടെ പെർഫോമൻസ് ആണ് ഈ ഒരു വീക്കിൽ ബെറ്റർ ആയിട്ട് തോന്നിയത്? ഈ ഒരു നോമിനേഷനിൽ വന്നവരുടെയാണ് ഞാൻ പറയുന്നത്. അതല്ലാതെ നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്നവരൊക്കെ ഉണ്ട്. ഓക്കെ, അപ്പൊ ഈ ഒരു നോമിനേഷനിൽ വന്നത് ആരാണ് നിങ്ങൾക്ക് നല്ല രീതിയിൽ പെർഫോമൻസും കാര്യങ്ങളൊക്കെ കാഴ്ചവെച്ചതെന്ന് തോന്നിയവരുടെ പേര് ജസ്റ്റ് നാളെ കമന്റ് ചെയ്യാം. അപ്പോൾ ഈ ഒരു വീഡിയോനെ കുറിച്ച് ഇത്ര കാര്യങ്ങളൊക്കെ പറയാനുള്ളൂ. ഇതേപോലത്തെ ബിഗ് ബോസ് റിലേറ്റഡ് വീഡിയോസ് ലഭിക്കാനായിട്ട് ചാനൽ ഇപ്പൊ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ലൈക്ക് അടിച്ച് വെച്ചേക്കാം. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.